ഫ്രഷ് കട്ട് നിരാഹാര സമരം തുടങ്ങി. ഫ്രഷ് കട്ട് വിരുദ്ധ സമരസമിതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുൻ കട്ടിപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു കണ്ണന്തറ നവംബർ 13 വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ തമ്പി പറങ്ങണ്ടത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നാസർ ലൈറ്റിൽ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. അതുകൊണ്ട് നിങ്ങൾ ജില്ലാ ഭരണകൂടം മനസ്സിലാക്കണ്ടേ, കലക്ടർ മനസ്സിലാക്കണ്ടേ. ഞാൻ പറയട്ടെ, കലക്ടർ ഇന്നേ വരെ നിങ്ങളെ കുറിച്ച് സമരസമിതി ആളുകൾ പറഞ്ഞത്, അദ്ദേഹം എല്ലാ യോഗത്തിലും അദ്ദേഹത്തുമായി പേഴ്സണലായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയും ദേ ആർ ക്രിമിനൽസ്. ദേ ആർ ക്രിമിനൽസ്. ആരെ കുറിച്ചാണ് പറഞ്ഞത്? 4000 കുടുംബങ്ങളെ കുറിച്ചാണ് ദേ ആർ ക്രിമിനൽസ് എന്ന് പറഞ്ഞു. ഒരിക്കൽ ഞാൻ പറഞ്ഞു ദേ ആർ നോട്ട് ക്രിമിനൽസ് ബട്ട് ദേ ആർ ദ വിക്ടിംസ്. നിങ്ങൾ ഇരകളാണ്, ക്രിമിനലുകളല്ല. ആ കലക്ടറെ സംബന്ധിച്ചിടത്തോളം 4000 കുടുംബങ്ങൾ ക്രിമിനലുകളും 10-12 ഡയറക്ടർമാർ മാന്യന്മാരുമായി ചിത്രീകരിക്കുന്ന ഒരാളാണ് ജില്ലാ കലക്ടർ. അയാൾ വിശ്വസിക്കുന്നത് ഇപ്പോ ഇങ്ങനെ ഒരു നിരോധനാച്ചൊക്കെ പുറപ്പെടുപ്പിച്ച് ഒന്ന് പേടിപ്പിച്ചാൽ നമ്മളൊക്കെ അത് അവസാനിപ്പിച്ച് പോകുമെന്നാണ് അദ്ദേഹത്തിന് മൗഢ്യമായ സ്വപ്നമാണ്. അദ്ദേഹം ഏതോ UP-യിലെ ഏതോ ഒരു പ്രദേശത്തുള്ള ആളാണ്. കേരളത്തെക്കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല, പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇവരാരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകും. നിങ്ങൾ 144 പറഞ്ഞ ഈ ആയുധം അങ്ങ് പ്രയോഗിച്ചാൽ ഓടിയൊളിച്ചു മാളത്തിൽ പോകുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നെങ്കിൽ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് വിശ്വസിക്കുന്നെങ്കിൽ, ഒരു സംശയമുണ്ട് അവസാനത്തെ ശ്വാസം വരെ, അവസാനത്തെ ആളും ഇവിടെ ബാക്കിയാകുന്നത് വരെ ഈ സമരരംഗത്ത് തുറച്ചു നിൽക്കാൻ സഹോദരന്മാരും സഹോദരിമാരുണ്ട്. അവസാനം ചിലപ്പോൾ ഞങ്ങൾ കുട്ടികളെ ഇറക്കൂ. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളുണ്ടല്ലോ, നിങ്ങൾ ഞങ്ങളെ ഒക്കെ അറസ്റ്റ് ചെയ്ത്, സ്ത്രീകളെയും ആണുങ്ങളെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് അവസാനം ഒരു കുട്ടിപ്പട ഇറങ്ങാനുണ്ട്. ആ കുട്ടിപ്പടക്ക് മുമ്പിലും നിങ്ങൾക്ക് കീഴടങ്ങേണ്ടി വരുമെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും ആഗ്രഹിക്കുന്ന, എല്ലാ ജില്ലാതല നേതാക്കന്മാർ നമ്മളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന, പ്രവാസ ലോകത്തുള്ള ആളുകൾ പോലും ആഗ്രഹിക്കുന്നത്, ഞങ്ങളൊക്കെ താമസിക്കുന്നത് പോലെ, ഞങ്ങളൊക്കെ വെള്ളം കുടിക്കുന്നത് പോലെ, ഞങ്ങളെ മക്കളൊക്കെ പഠിക്കുന്നത് പോലെ, ഞങ്ങളൊക്കെ മക്കളൊക്കെ ഓടിക്കളിക്കുന്നത് പോലെ ഈ പ്രദേശത്തെ കരിമ്പാലകുന്നിലെയും അമ്പലമുക്കിലെയും കൂടത്തായിലെയും സാധാരണക്കാരായ ആളുകൾക്ക് ജീവിക്കാനുള്ള സൗകര്യമുണ്ടാകണം. അവർക്ക് ശുദ്ധമായി ശ്വസിക്കണം, അവർക്ക് നല്ല വെള്ളം കുടിക്കണം, നന്നായി അങ്ങാടിയിൽ ഇറങ്ങാൻ കഴിയണമെന്ന ഒരു വിശ്വാസത്തിന്റെ, ഒരു ആശ്വാസത്തിന്റെ പേരിലാണ് ഞങ്ങളൊക്കെ നിങ്ങളോടൊപ്പം ഉള്ളത്. ബാലകൃഷ്ണൻ സ്വാഗതവും, സൈനുൽ ആബിദീൻ തങ്ങൾ, KP കുഞ്ഞു മുഹമ്മദ്, കമറുദ്ദീൻ അടിവാരം, മുന്നവർ വിളിമണ്ണ, ഷെരീഫ് വിളിമണ്ണ, ഗഫൂർ കുന്നത്തുകണ്ടി, മോനിച്ചൻ കൂടത്തായി, ഹുസൈൻ കുട്ടി ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി.